ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞൊന്ന് വേവിക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് 1-2 വിസിലിന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു സവാള ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും പിന്നെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മട്ടൺ മസാലയാണ് കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് വെറും മഞ്ഞൾപ്പൊടി ചേർത്ത് അരച്ചിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പം നമ്മുടെ കറി ഇവിടെ ഒരു 1/4 ഭാഗത്തോളം റെഡിയായി എന്ന് പറയാം. കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പം മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൂർണ്ണമായിട്ടും പൊട്ടിക്കഴിയുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തൊന്ന് ഇളക്കിയിട്ട് കറിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.